ഹലോ ഗൈസ്, ഇത് ഒരു മാസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് ഇത് ഇടാറുന്നതെന്ന് ചോദിച്ചാൽ ഇന്നാണ് എനിക്ക് ടൈം കിട്ടിയത്. കുറച്ചധികം തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുന്നത്. ഞങ്ങൾ പോകാൻ പോകുന്നത് തേക്കടി പുഷ്പമേളയ്ക്കാണ്. ഞങ്ങൾ രാത്രി 8 മണിയായി ഇറങ്ങിയപ്പോൾ തന്നെ പെർ പേഴ്സൺ 70 രൂപയാണ് അവിടെ ടിക്കറ്റ് നിരക്ക് വരുന്നത്. ഓരോ വർഷം കൂടുന്തോറും ഓരോ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ പൂക്കളുടെ കൂടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പൂക്കളെല്ലാം വാടിക്കരിഞ്ഞൊക്കെയാണ് നിന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, പുഷ്പമേള തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ പൂക്കളെല്ലാം ഭയങ്കരമായിട്ട് കുറവായിരുന്നു. മൊത്തം കടകളും അതുപോലെ റൈഡുകളും കാര്യങ്ങളൊക്കെ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് നോക്കാൻ നേരത്ത് കുറേ ഷോപ്പുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. ഇവിടെ കുറച്ച് വില കുറച്ചൊക്കെ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്, ഹോൾസെയിൽ വിലയിൽ. അതുപോലെ തന്നെ അവിടെ കണ്ട കാഴ്ചയാണ് ഈ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ. പണ്ട് നമ്മൾ മറന്നിട്ടുള്ള പലതരം മിഠായികൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ഈ നാണയത്തിൻ്റെ മിഠായിയും അതുപോലെ തന്നെ സിഗരറ്റ് മിഠായിയും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ മിഠായിയും ഓറഞ്ച് മിഠായിയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ മറ്റേ പടക്കം, ആ ബോംബ് മിഠായി, ഇതൊക്കെ നമ്മൾ മറന്നിട്ടുള്ള നമ്മുടെ പണ്ടത്തെ കാലത്തെ ഓർമ്മയിലൊക്കെ ഉള്ള ഒരു മിഠായി തന്നെയാണ്. പിന്നെ അവിടെ നിന്നുള്ള ഒരു ഷോപ്പിൽ നിന്ന് ചേച്ചിയുടെ മൊബൈലിന് ഒരു കവറൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് പിന്നെ കോളിഫ്ലവർ ബജിയിലേക്കൊക്കെയാണ് ഞങ്ങൾ പോയത്. അവിടെ കുറേ പലതരം അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളത് മേടിക്കാനൊന്നും പോയില്ല. പിന്നെ ഈ റൈഡൊക്കെ ഞങ്ങൾ കുറേ നേരം ആസ്വദിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ നേരെ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചത്. ഐസ്ക്രീമൊക്കെ എനിക്ക് എന്തായാലും എൻ്റെ ഫേവറേറ്റ്, എക്കാലത്തെയും ഫേവറേറ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് മാത്രമാണ്. ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. വേറൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവരൊക്കെ പലതരം ഐസ്ക്രീമൊക്കെ മേടിച്ചു. പിന്നെ നമ്മുടെ അവിടെ ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെന്ന് ഈ മത്സ്യകന്യയുടെ അത്ഭുത കൊട്ടാരമായിരുന്നു. മത്സ്യകന്യനെയൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്കെന്തായാലും ഞാനെന്തായാലും അതിൻ്റെത് കയറി നോക്കിയൊന്നുമില്ല. എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെത് കയറില്ല. പിന്നെ കുഞ്ഞ് ഉള്ളതുകൊണ്ട് തന്നെ ഈ റൈഡിലാണ് ഞങ്ങൾ കയറിയത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായത്. അതിൻ്റെ അടുത്ത് ഈ റൈഡ് നോക്കുന്ന ഒരു പുള്ളി, ഞാനാണെങ്കിൽ വീഡിയോ എടുത്തെടുത്ത് പുറകോട്ട് ചെന്ന് കഴിഞ്ഞപ്പം പുള്ളിയുടെ അറിയാതെ പുള്ളിയുടെ ദേഹത്ത് ഒന്ന് മുട്ടിയായിരുന്നു. അപ്പോൾ പുള്ളി പറയുക മടി കയറിയെന്നുള്ളത്. ഇതാ ഈ പുള്ളിയാണ്. എനിക്കന്ന് ഭയങ്കര ദേഷ്യം വന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങ് മാറി നിന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമല്ല. ഞാൻ കുറേ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ നേരെ അവരെയൊക്കെ വിളിച്ചോണ്ട് ഞങ്ങൾ കപ്പയും മീൻകറിയൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഇന്നവിടെ ഓരോ ദിവസം ഓരോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓരോ പ്രോഗ്രാമിനാണ് ഈ നൃത്തത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ വയ്യാത്ത പിള്ളേരുടെ പ്രോഗ്രാമായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പാവം അവർക്ക് അവരെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളവിടെ നേരെ പോയത് കപ്പയും മീൻ കറിയും കഴിക്കാൻ വേണ്ടിയാണ്. കാരണം നല്ലതായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. രാത്രി സമയം 10 മണി ഏകദേശം ആകാറായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കപ്പയും മീൻകറി സ്പെഷ്യൽ ഹൈലൈറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഞങ്ങളെന്തായാലും അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പാചകവാതനൊക്കെ നല്ല വിലയായതുകൊണ്ട് കോളിഫ്ലവർ ബജിക്കാണേലും എല്ലാത്തിനാണേലും നല്ല വിലയുണ്ടായിരുന്നു. ഒന്നും ഒരു 60 രൂപ അല്ലെങ്കിൽ 70 രൂപ ഇതാണ് ടിക്കറ്റ് നിരക്ക് വന്നത്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു റൈഡിലൊക്കെ കയറി. അത് ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. തേക്കടി പുഷ്പമേളയുടെ വീഡിയോ ആണ്. ഒരു മാസം മുന്നേ ഉള്ള വീഡിയോ ആണ്. എല്ലാവരും ക്ഷമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബൈ ബൈ.